കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനായി സംഘടിപ്പിച്ചിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര നാളെ ആലപ്പുഴയിൽ സമാപിക്കും. പാലമേൽ, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകളിലാണ് യാത്ര ഇന്ന് പര്യടനം നടത്തിയത്. നാളെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമപഞ്ചായത്തുകളിൽ ജാഥ പര്യടനം നടത്തും. നാളെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് പഞ്ചായത്തുകളിൽ യാത്രയെത്തും. നഗരപ്രദേശങ്ങളിലെ യാത്ര നേരത്തെ പൂർത്തിയായിരുന്നു. വലിയ ജനപങ്കാളിത്തമാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിലും വലിയ ജനപങ്കാളിത്തമാണ് യാത്രയ്ക്ക് ലഭിച്ചത്. ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ അരുൺ ബി ജില്ലാ ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് യാത്ര ആസൂത്രണം ചെയ്തത്. വോട്ട് ചെയ്യാനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുമുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗവും സമ്മതിദാന ബോധവൽക്കരണ വിഭാഗവും ചേർന്നൊരുക്കിയ വോട്ട് വണ്ടി ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടങ്ങി. കളക്ടർ ജോൺ വി സാമുവൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. 2 വോട്ട് വണ്ടികളാണ് ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തുക. ADM S സന്തോഷ് കുമാർ, ഡെപ്യൂട്ടി കളക്ടർമാരായ B കവിത, ആശാ C എബ്രഹാം എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവം പുരോഗമിക്കുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവം പുരോഗമിക്കുന്നു. കളഭം തൊഴാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് 9ാം കളഭം നടന്നു. കളഭനാളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. കളഭത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ആലപ്പുഴ ജില്ലയിലെ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചു. തിരുവമ്പാടി സ്വാമി ക്ഷേത്രത്തിൽ ദേശകളഭം, നാരായണീയ പാരായണം തുടങ്ങിയവ സംഘടിപ്പിച്ചു. കളഭം എഴുന്നള്ളിപ്പിന് ബ്രഹ്മദത്തൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വണ്ടാനം പട്ടാശ്ശേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വലിയ സ്ക്രീനിൽ ദർശിക്കുവാൻ സൗകര്യം ഒരുക്കിയിരുന്നു. മേൽശാന്തി സുരേഷ് ഭട്ട് ചടങ്ങുകൾക്ക് ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. മേൽശാന്തി സുരേഷ് ഭട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷൻ ആലപ്പുഴ രൂപത കേന്ദ്ര ഓഫീസിൻ്റെ ഉദ്ഘാടനവും നടന്നു. ഉദ്ഘാടനം ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് പ്രൊഫസർ എബ്രഹാം അറയ്ക്കൽ അനുസ്മരണ സമ്മേളനവും നടത്തി. ചടങ്ങിൽ പ്രസിഡന്റ് PG ജോൺ ബ്രിട്ടോ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, ഫാദർ സാംസൺ ആഞ്ഞിലിപ്പറമ്പിൽ, സന്തോഷ് കൊടിയനാട്, ബിജു ജോസി തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ പാഠപുസ്തകങ്ങൾക്കൊപ്പം അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമായി പ്രത്യേക കൈപ്പുസ്തകവും ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനാണ് സർക്കാർ പരിഗണന നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. AM ആരിഫ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. BJP നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 15 പ്രതികൾക്കും നൽകുവാനുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വാദം 25-ന് നടക്കും. ആലപ്പുഴ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. BJP നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 15 പ്രതികളുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിനായി കേസ് 25-ലേക്ക് മാറ്റി. കേസിൽ ശിക്ഷ പറയുന്ന തീയതി പിന്നീട് തീരുമാനിക്കും.
മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുമ്പാകെയാണ് കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെയാണ് വിചാരണ നടക്കുന്നത്. 2021 ഡിസംബർ 19 ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ഹാജരായി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 28 ദിവസമായി നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനമായി. ഇന്ന് ആറാട്ട് ഉത്സവം നടന്നു. ഇതോടനുബന്ധിച്ച ചെങ്ങന്നൂർ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. പൊതുപരീക്ഷകളും ഇൻ്റർവ്യൂകളും മുൻ നിശ്ചയപ്രകാരം നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ആകെ വോട്ടർമാരുടെ എണ്ണം 17,21,247 പേരാണ്. സ്ത്രീ വോട്ടർമാരാണ് ഇതിൽ കൂടുതൽ. 8,98,000 സ്ത്രീ വോട്ടർമാരുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. 8,98,000 വോട്ടർമാരുണ്ട്. പുരുഷ വോട്ടർമാർ 8,22,000 പേരാണ്. പഴയ പട്ടികയിൽ നിന്നും 20,617 പേരെ ഒഴിവാക്കിയതായി കളക്ടർ ജോൺ വി സാമുവൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരമുണ്ടാവുമെന്നും കളക്ടർ അറിയിച്ചു.